ഇന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അനാളജി എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി നമ്പർ സീരീസ് എന്നുള്ള ടോപ്പിക് ഇതിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ ആൻഡ് ആൽഫബറ്റിക് സീരീസ് എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണ് ഇത് അനാളജി എന്ന് പറയുന്നത്. അനാളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ ഗ്രൂപ്പുകളുടെ ഒരു റിലേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. ഏഹ് അത് തന്നിട്ട് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് അനാളജി എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഡെഫിനിഷൻ പോലെയാണ് ഞാനിപ്പോ ഈ ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. Analogy means similarity. In this type of questions, two objects related in some way or given. The third object is also given with the 4 or 5 alternatives. You have to find out which one of the alternatives bears the same relation with the third object as first, second and object are related. അതായത് നമുക്ക് ഇപ്പൊ മൊത്തത്തിൽ 4 ഒബ്ജക്റ്റുകൾ ഉണ്ട് വിചാരിക്കുക. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒബ്ജക്റ്റ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഒരു ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് മൂന്നാമത്തെ ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നാലാമത്തെ ഒബ്ജക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒബ്ജക്റ്റ് തമ്മിലുള്ള റിലേഷൻ എന്താണോ ആ സെയിം കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കേർഡ് മിൽക്ക്, ഓക്കെ, അതായത് കേർഡും മിൽക്കും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഈ ഒരു 2 പോയിന്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. മാർക്ക് ചെയ്ത് തരാം. ഇപ്പൊ ഇവിടെ നോക്കി നോക്ക്, ഇവിടെ ഒരു ഡബിൾ ഡോട്ട് സിംഗിൾ ഡോട്ട് ആണ്, പക്ഷെ ഇവിടെ നോക്കി നോക്ക് 4 ഡോട്ട് ഉണ്ട്. അതായത് ഈ രണ്ടെണ്ണം തമ്മിലാണ് റിലേഷൻ ഉള്ളത്. ഇതും വേറൊരെണ്ണം തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാനുള്ള 4 നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഈ കാര്യമാണ് പറഞ്ഞത്. അതായത് നമുക്ക് എന്താണ് രണ്ടെണ്ണം തമ്മിലുള്ള 2 സബ്ജക്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ടായിരിക്കും. ആ സെയിം റിലേഷൻ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും ഒബ്ജക്റ്റ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ നമുക്ക് എന്താണ് വരിക? കേടും മിൽക്കും തമ്മിലുള്ള റിലേഷൻ ആണ് തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ കേടിൽ നിന്നാണ് മിൽക്കിൽ നിന്നാണ് നമ്മൾ കേട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഷൂ, എന്തുപയോഗിച്ചിട്ടാണ് ഷൂ ഉണ്ടാക്കുക? അതാണ് നമ്മുടെ ചോദ്യം. അതായത് മിൽക്കിൽ നിന്നാണ് നമ്മൾ കേട് ഉണ്ടാക്കുക, അത് സംഭവം ഉണ്ടാക്കുന്നതല്ല. അതുപോലെ ഷൂ നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതില് പിന്നെ അനാളജിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഒരേപോലെ തന്നെ തോന്നും. ആൻസറുകളിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് നമുക്കൊരു റിലേഷൻ ഉള്ളതുപോലെ തോന്നാനുള്ള ചാൻസുകൾ ഉണ്ട്. അങ്ങനത്തെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇട്ടിട്ടില്ല. ഇതിന്റെ ഒരു സെക്കൻഡ് ക്ലാസ് വരും. അതിൽ നമുക്ക് അതുപോലത്തെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ചിലപ്പോൾ ഒരു റിലേഷൻ ഉള്ളതുപോലെ നമുക്ക് തോന്നാനുള്ള ചാൻസുകൾ ഉണ്ട്. പക്ഷേ ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഒരു ചെറിയ റിലേഷൻ ആണോ, കംപ്ലീറ്റ് റിലേഷൻ ആയിരിക്കില്ല, ചെറിയൊരു റിലേഷൻ ഉള്ളതുപോലെ നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഏതാണോ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇത് ക്വസ്റ്റ്യൻസ് ഇടുന്ന ആളുടെ മൈൻഡ് സെറ്റ് പോലെയാണ് നമുക്ക് ആൻസറുകൾ ചേഞ്ച് ആവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ഇപ്പൊ വരിക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻസ് ഉള്ളത് ഏതൊക്കെയാണ്? ലെതർ, ക്ലോത്ത്, ജ്യൂട്ട്, സിൽവർ എന്നൊക്കെ പറയുന്നതാണ്. ഇതിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും. ഓപ്ഷൻ എ ലെതർ ആയിരിക്കും. കാരണം എന്താണ്? ലെതർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷൂ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രസ്സ്, ഇപ്പൊ ഇവിടെ ഷൂവിന് പകരം ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓപ്ഷൻ ഷൂവിന് പകരം നമുക്ക് ഡ്രസ്സാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ക്ലോത്ത് അതിന്റെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോ ഇവിടെ ഷൂ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ആയിട്ടുള്ള ഇത് ഏതാണ്? ലെതർ ആണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഷൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ ഇതിന് വേണ്ടിയിട്ട് വേറൊരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. മം, ഡാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദർ, മൊത്തം ഞാൻ എഴുതുന്നില്ല സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഉള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ വിട്ടിരിക്കുന്ന പോർഷൻ ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരിക. അപ്പൊ നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും? ഗ്രാൻഡ് മദർ എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അനലോജിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് തന്നത്. ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൽഫബറ്റിക്കലും നമ്പർ സീരീസും ഫോളോ ചെയ്യുന്ന, ഐ മീൻ നമ്പേഴ്സും ആൽഫബറ്റിക്സും വെച്ചിട്ടുള്ള
ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളൂ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള നിലയ്ക്ക്. അതിൽ ആൾമോസ്റ്റ് വന്നിരിക്കുന്നത് എല്ലാം അത് നമ്പേഴ്സും അല്ലെങ്കിൽ ആൽഫബറ്റും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് മൊത്തം. പക്ഷെ ഇതിൽ തന്നെ വരുന്ന വേറൊരു രീതിയാണ് ഏതെന്ന് പറയുന്നത്, നമ്മൾ സിനോണിംസ് ആന്റോണിംസ് ഇല്ലേ, സിനോണിംസും ആന്റോണിംസും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിറയെ വരാറുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സിന്റെ ഒരു സിനോണിംസ് തരും, അതേപോലെ തന്നെ അതേ ബേസ് ചെയ്തിട്ടുള്ള പിന്നെ ഒരു 4 ഓപ്ഷൻസ് തരുന്നതിൽ മിക്കവാറും ബാക്കിയുള്ള 3 എന്തായിരിക്കും, ആന്റോണിം ആയിരിക്കും. നിങ്ങളോട് ആ 4 ഒരെണ്ണം മാത്രം എന്ത് സിനോണിംസ് ഉണ്ടായിരിക്കും. ആ സിനോണിം നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. മൊത്തം ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ആയിരിക്കില്ല, ബട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഇതിന്റെ സെക്കൻഡ് പോർഷനിൽ നമ്മൾ ഉൾപ്പെടുത്തും. ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ടും ആൽഫബറ്റിക്സും നമ്പേഴ്സും വെച്ചിട്ടുള്ളതാണ്. ഇത് ഉൾപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നമ്പർ സീരീസ് ആൽഫബറ്റിക് സീരീസും കണ്ടിട്ടുണ്ടായിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ആ കോൺസെപ്റ്റ് അതേപടി ഫോളോ ചെയ്യുന്ന കുറച്ച് ഇതാണിത്. അതായത് നമ്മൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആൽഫബറ്റിക് നമ്പർ സീരീസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനാളജി എന്താണ് സിമ്പിൾ ആയിട്ട് ചെയ്യാനും അതിൽ നിന്നൊരു മാർക്ക് സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറയുന്ന ഈ മറ്റേ ആൽഫബറ്റിക്കൽ സീരീസിന്റെ കാര്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് കോഡിങ് ഡിക്കോഡിങ് ഇപ്പൊ ഈ നമ്പറിന്റെ ആൽഫബറ്റിക്കൽ സീരീസിൽ ഇപ്പൊ അനാളജി 3ാമത്തെ ടോപ്പിക്കാണ് വരുന്നത്. എല്ലാത്തിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് എന്തായാലും ശ്രദ്ധിക്കുക, അതിന്റെ ക്ലാസ് എന്തായാലും കാണുക. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് AFHD DIKH. അതേപോലെ തന്നെ അതായത് ഇവിടെ നമ്മൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല് AFHDയും DIKH തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ GLNJയും JOQMും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതേപോലെ ആ സെയിം റിലേഷൻ ഫോളോ ചെയ്യുന്നത് MRTPയുമായിട്ട് ആ സെയിം റിലേഷൻ ഫോളോ ചെയ്യുന്നത് ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇതിലെടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് ഇത് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മറ്റേ ആൽഫബറ്റിക്കൽ നമ്പേഴ്സ് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 5 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചോളൂ. ഞാൻ ഇവിടെ മറ്റേ നമ്പർ എടുത്ത് എഴുതാം, ലെറ്റർ വേർഡ് എടുത്ത് എഴുതാം. നിങ്ങൾ അപ്പോഴേക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആൻസർ കണ്ടുപിടിക്കുക ഏറ്റവും പെട്ടെന്ന്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ തൊട്ട് താഴത്താണ് ഓരോ ആ റിലേഷൻ. അതായത് ഇത് നമ്മളിപ്പോ ഫസ്റ്റ് എടുക്കുന്നത് AFHDയും DIKH ആണ് എടുക്കുന്നത്. ഓക്കെ, ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് റിലേഷൻ എന്താണ്, AFHD റിലേറ്റഡ് ടു DIKH. അതായത് AFHDയും DIKHും തമ്മിൽ ഏതൊരു രീതിയിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ ആ റിലേഷൻ അതേപോലത്തെ ഒരു റിലേഷൻ നമുക്ക് ആ റിലേഷൻ എന്താന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ റിലേഷൻ കണ്ടുപിടിക്കുന്ന സെയിം കോൺസെപ്റ്റ് തന്നെയാണോ GLNJയും JOQMും ഫോളോ ചെയ്യുന്നതും കൂടി ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടും സെയിം റിലേഷൻ ആവണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഇതില്. അപ്പൊ ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് പോവാണ്. എന്തായി, D ആയിട്ട് മാറിയിട്ടുണ്ട്, FI ആയി, HK ആയി, DH ആയി. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ. എന്ന് പറയുന്നതിന്റെ നമ്പർ നമുക്ക് എത്രയാണെന്ന് അറിയാം, 1 അല്ലെ. പൊസിഷൻ വാല്യൂ ആണ് ഞാൻ പറയുന്നത്. ഒന്നാണ്, D എന്താണ് 4ആണ്, F എത്രയാണ് 6ആണ്, I എത്രയാണ് 9ആണ്, H എന്ന് പറയുന്നത് എത്രയാണ് 8ആണ്, K എന്ന് പറയുന്നത് എത്രയാണ് 11ആണ്. സോറിയാ, DH എന്താണ് 8ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വന്നത് എന്താണ് +3 ആണ്. ഇവിടെ F എന്താണ് +3 ആണ്. ഇവിടെയും വന്നിരിക്കുന്നത് എന്താണ് HK വന്നിരിക്കുന്നത് എന്താണ് +3 ആണ്. Dയും Hഉം വന്നിരിക്കുന്നത് എന്താണ് +3 ആണ് അല്ലെ. അപ്പോ ഇത് ഇപ്പൊ എല്ലാത്തിലും എന്താണ് ഒരു +3ന്റെ ആഡ് കൂടി കൂടി പോവുക എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി സെക്കൻഡ്, അപ്പൊ എല്ലാത്തിലും +3. ഇനി ഇതേ സെയിം റിലേഷൻ തന്നെയാണ് നമ്മൾ സെക്കൻഡിലും ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. GLNJ JOQM
ക്യു എം. ഓക്കെ, എന്താണ് ജി 7 10, അപ്പൊ എത്രയാണ് +3 വന്നിട്ടുണ്ട് 12. L 12 O എത്രയാണ് 15 +3 വന്നിട്ടുണ്ട്. N എന്ന് പറയുന്നത് എത്രയാണ് 14. Q എന്ന് പറയുന്നത് എത്രയാണ് 17. അപ്പൊ എത്ര വന്നിട്ടുണ്ട് +3 വന്നിട്ടുണ്ട്. J എന്ന് പറയുന്നത് എത്ര 10. M എന്ന് പറയുന്നത് 13 +3 വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിലും +3 തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു മിനിറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ആക്ച്വലി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തതാണ്. ഇത് അവർ തന്നതിലുള്ള ചെറിയ മിസ്റ്റേക്ക് ആണ്. H അല്ല ശരിക്കും ഇവിടെ വരേണ്ടത്, G ആണ് കേട്ടോ. കാരണം അപ്പോഴാണ് ആ റിലേഷൻ കറക്റ്റ് ആവുക. D എന്ന് പറയുന്നത് 4, H എന്ന് പറയുന്നത് 8. അപ്പോൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തപ്പോൾ അതിലുണ്ടായിരുന്ന മിസ്റ്റേക്ക് ആണ്. ഇത് മേ ബി അവർ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ നിന്ന് നമ്മൾ ഉത്തരം വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഇവിടെ H അല്ല G ആണ് വരേണ്ടത്. അപ്പോഴാണ് 7 എന്ന് വരിക. അപ്പോഴാണ് +3 എന്നുള്ള കോൺസെപ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ എന്താണ് ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ H അല്ലേ, ഇത് G ആണെന്നുള്ളത് ഓർത്ത് വെക്കണേ. അപ്പോൾ എന്താണ് ഇവിടെ എല്ലാത്തിലും എന്താണ് +3 എന്ന് പറയുന്ന ഒരു നമ്പറാണ് എല്ലാത്തിലും കൂടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? നമ്മുടെ ഇതെന്താണ്, നമ്മൾ ഇതിനാണ് കണ്ടുപിടിക്കേണ്ടത് MRTP എന്ന് പറയുന്നതിനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിത് M എന്ന് പറയുന്നത് എത്രയാണ് 13, R എന്ന് പറയുന്നത് എത്രയാണ് 18, T എന്ന് പറയുന്നത് എത്രയാണ് 20, P എന്ന് പറയുന്നത് എത്രയാണ് 16. അപ്പൊ ഇതിൽ എല്ലാത്തിലും +3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? M കൂടെ 13 3 കൂട്ടിക്കഴിഞ്ഞാൽ 16. 16 എന്ന് പറഞ്ഞാൽ എന്താണ് P ഓപ്ഷൻ. ഇവിടെ നമുക്ക് എന്താണ് എല്ലാതും സ്റ്റാർട്ടിങ് എല്ലാതും P ആണ്. ഓക്കെ, ഇതിൽ പിന്നെ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അത് കഴിയട്ടെ, എന്നിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. 18 കൂടെ 3 കൂട്ടി നമുക്ക് എന്ത് വരും 21. ഇത് 16 പറഞ്ഞു, അപ്പൊ P വന്നു. അടുത്തത് എന്താണ് 21 വരും. ഇവിടെ 18. 18 കൂടെ 3 കൂട്ടിയപ്പോൾ നമുക്ക് എന്താ 21. 21 എന്ന് പറയുന്നത് എന്താണ് U ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഓപ്ഷൻസും ക്യാൻസൽ ചെയ്യാം. അടുത്തത് എന്താണ് T ആണ് വന്നിരിക്കുന്നത് 20. 20 കൂടെ 3 കൂട്ടുമ്പോൾ 23. അപ്പൊ നമുക്ക് എന്താണ് W എന്ന് വന്നു. അതിൽ നിന്ന് എന്താണ് ഈ ഓപ്ഷൻ ഡിയും ക്യാൻസൽ ആയി. ഓപ്ഷൻ C ആണ് ആൻസർ എന്ന് കിട്ടി. എന്നാലും നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്. P എത്രയാണ് 16. 16 കൂടെ 3 കൂട്ടിയാൽ 19. അപ്പൊ എന്ത് വരും S വരും. അപ്പൊ നമുക്ക് എന്താണ് PUWS എന്ന് പറയുന്ന ആൻസർ ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ C ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിൽ ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ടൈം വളരെ കുറവായിരിക്കുമല്ലോ. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം എന്താ, നമ്മൾ ആദ്യം റിലേഷൻ ഓൾറെഡി കണ്ടുപിടിച്ചു. അതിന് തന്നെ നമുക്ക് കുറച്ച് സമയം പോയിട്ടുണ്ടാവും. +3 എന്ന് പറയുന്ന ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് സമയം പോയിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഇതിലത്തെ 4 ലെറ്ററും എഴുതുക എന്ന് പറയുന്നത് വീണ്ടും ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്മാർട്ടായിട്ട് ചിന്തിക്കുക. ഇവിടെ നോക്കി നോക്കുക, ഇവിടെ ഫസ്റ്റത്തെ എല്ലാ ലെറ്ററുകളും P ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. നമ്മൾ ഈ MRTPയിൽ ചെക്ക് ചെയ്യേണ്ട എന്ത് ചെക്ക് ചെയ്തിട്ടും എന്ത് ചെയ്താണ് ഇതിൽ അതേപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് ലെറ്ററും എന്താണ് S ആണ്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ലെറ്ററും ഫസ്റ്റ് ലെറ്ററും നമ്മൾ ഒഴിവാക്കുക. നമുക്ക് ആകെപ്പാടെ ചേഞ്ച് വരുന്നത് എവിടെയാണ്? നടുവത്തെ 2 ലെറ്ററിലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ നടുവത്തെ 2 ലെറ്ററിന്റെ റിലേഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതായത് RT എന്ന് പറയുന്നതിൽ കൂടെ മാത്രം +3 ആഡ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. 6 കൂടെ +3 ആഡ് ചെയ്ത് നമ്മൾ എത്രയാണ് പറഞ്ഞു 21. അതായത് U ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് ഈ ഫസ്റ്റ് 2 ഓപ്ഷൻസും ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. ഓക്കെ, പിന്നുള്ളത് ഈ 2 ഓപ്ഷൻസ് ആണ്. അതിൽ T കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 23 ആയിട്ടുള്ള W ആണ് വരുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ എന്താണ് ഇതും ക്യാൻസൽ ചെയ്യാം. അതായത് 2 ലെറ്റർ നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ സിയിലേക്ക് എത്താൻ കഴിയും. മറ്റേത് നിങ്ങൾ 4 ലെറ്ററും ചെക്ക് ചെയ്ത് വെറുതെ സമയം കളയാണ്. അതിനൊരു 5 സെക്കൻഡ് നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതിന് വളരെ ഐ മീൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ടും കൂടി അങ്ങനത്തെ ഒരു സമയത്ത് ചിന്തിക്കണം. അപ്പൊ ഇതിൽ നമ്മൾ ആൻസർ വരുന്നത് ഏതാണ്? PUWS എന്ന് പറയുന്ന C ഓപ്ഷൻ ആണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു അവർ തന്നതിലുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ G ആണ് വരേണ്ടത്. അവർ H ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആൻസർ കീ മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തുള്ളൂ. നിങ്ങളോടൊപ്പം കൂടിയിട്ടാണ് ഞാനും കുറെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. ETL റിലേറ്റഡ് ടു CVN ഇൻ ദി സെയിം വേ BOI റിലേറ്റഡ് ടു DMJ. ഓക്കെ, അപ്പോൾ ഏതാണ് വരുന്നത് നോക്കി നോക്കൂ. ETL എന്ന് പറയുന്ന ലെറ്ററും CVN തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ BOI DMGയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ JUN എന്ന് പറയുന്നത് എന്ത് റിലേഷനിലാണ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയോളൂ, ഒരു 5 സെക്കൻഡ് ഉണ്ട്, നിങ്ങൾക്കത് നോക്കാം.
പിന്നെ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ റിലേറ്റഡ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് അനലോജിന്റെ ക്വസ്റ്റ്യൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലുതായിട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. വളരെ എക്സ്പാൻഡ് ചെയ്തിട്ട് വളരെ എക്സ്പ്ലനേഷൻ ഒക്കെ ഉള്ളത് പോലെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ നിങ്ങൾ അതിലൊന്നും ട്രാപ്പ് ആവാണ്ട് എന്താണോ നമുക്ക് നോക്കേണ്ടത് അത് മാത്രം ഏറ്റവും പെട്ടെന്ന് നോക്കുക, അതിന്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നിട്ട് ഒരുപാട് ലെക്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേഗം ഏതാണോ നമ്മൾ തമ്മിലുള്ള റിലേഷൻ തന്നിരിക്കുന്നത് അത് മാത്രം ഒന്ന് ജസ്റ്റ് താഴത്തേക്ക് എടുത്ത് എഴുതുക. നമ്മുടെ പേപ്പറിലോ കയ്യിലുള്ള പേപ്പറിലോ മറ്റോ എടുത്തിട്ട് വേഗം എടുത്ത് എഴുതുക. അപ്പൊ തന്നെ നമുക്ക് എന്ത് പെട്ടെന്ന് പെട്ടെന്ന് റിലേഷൻസ് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ആൽഫബറ്റിക്കലിന്റെ ഒരു റിലേഷൻ തന്നെ എഴുതും. ഇയും സിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, ടിയും വിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, എല്ലും എന്നും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഇ എന്ന് പറയുന്നത് എത്രയാണ്? 5ആണ്. സി എന്ന് പറയുന്നത് എത്രയാണ്? 3ആണ്. അപ്പൊ നമുക്ക് എന്ത് വന്നു? -2. ഇവിടെ തന്നെ ഒരു റിലേഷൻ കിട്ടി, -2 വന്നു. ടി എന്ന് പറയുന്നത് എത്രയാണ്? 20ആണ്. വി എന്ന് പറയുന്നത് എത്രയാണ്? 22ആണ്. അപ്പൊ എന്ത് വരുന്നു? +2 അല്ലെ? +2. നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സിന്റെ ഒക്കെ നമ്പർ അറിയാം, പൊസിഷൻ വാല്യൂ അറിയാന്നുള്ള രീതിക്കാട്ടോ ഞാൻ പറഞ്ഞു പോണത് വേഗം വേഗം. അപ്പൊ എൽ എന്ന് പറയുന്നത് എത്രയാണ്? 12ആണ്. പറഞ്ഞാൽ നമ്മൾ വിക്ടറി എന്നൊക്കെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലിന്റെ പൊസിഷൻ വാല്യൂ എത്രയാണ്? 12ആണ്. ഇതിന്റെ പൊസിഷൻ വാല്യൂ എത്രയാണ്? 14ആണ്. അപ്പൊ വീണ്ടും എന്ത് വന്നു? +2 എന്ന് വന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ റിലേഷൻ എന്താണ്? ഏഹ് കിട്ടിയ റിലേഷൻ എന്ന് പറയുന്നത് ആദ്യം -2, പിന്നെ +2, വീണ്ടും +2. ഈ ഒരു റിലേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഓർമ്മ ഉണ്ടായിരിക്കണം. ഇനി ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണോ അടുത്ത ഇതിലും ഫോളോ ചെയ്ത് നോക്കുക. അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? BOI റിലേറ്റഡ് ടു DMG. ഓക്കെ. അപ്പൊ ഇതിൽ ബി എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പൊ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 4. നമ്മൾ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ എന്താണ് ഓ എന്ന് പറയുന്നത് എത്രയാണ്? 15, 12. ഐ എന്ന് പറയുന്നത് എത്രയാണ്? 9, 7. സെയിം കോൺസെപ്റ്റ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണുന്നില്ലേ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? -2 +2 +2 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആയിരുന്നു അവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടത്തെ കാര്യം എങ്ങനെയാണ്? ഇവിടെ വരുന്നത് എന്താണ്? ആദ്യം +2, പിന്നെ എന്ത് ചെയ്തു? -2, വീണ്ടും -2 ആണ് വന്നിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് അല്ലേ വന്നത്. ഇവിടെ ആദ്യം -2 പിന്നെ 2 +2 ആയിരുന്നു. ഇവിടെ വന്നതോ ഇവിടെ ആദ്യം +2 അപ്പൊ 2 -2 ആണ്. അപ്പൊ ഇത് എന്താണ്? മറ്റേ പൊസിഷൻ വാല്യൂസിലുള്ള ആഡിങ് മാത്രം ആഡിങ് ആണ് എങ്കിൽ കൂടിയും വേറെ എന്തോ ഒരു കോൺസെപ്റ്റും കൂടിയും അവർ ഇതിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് ആ കോൺസെപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മിസ്റ്റേക്ക് വരുന്ന ഒരു കാര്യം. ഇതാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് രണ്ടിന്റെ വ്യത്യാസം തന്നെയാണല്ലോ അവിടെയൊക്കെ വന്നത്. അപ്പൊ ഇത് തന്നെയാണ് ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നമ്മൾ പറഞ്ഞു ഇപ്പൊ എന്താണ് ആദ്യത്തെ ഇതിൽ ETL-ഉം CVN-ഉം തമ്മിൽ എന്താണ് വ്യത്യാസം വന്നത്? ആദ്യം -2 പിന്നെ 2 വന്നത് +2 +2 എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവിടെ BOA DMG റിലേഷൻ വന്നത് എങ്ങനെയാണ്? ആദ്യത്തേല് +2 പിന്നെ വന്നത് എന്താണ്? 2 -2. അപ്പൊ എന്താണ് ആ റിലേഷൻ? അപ്പൊ ഇതിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ഇതല്ലല്ലോ സീരീസ്, ഇതിൽ വ്യത്യാസം വന്നിട്ടില്ലേ? അപ്പൊ വേറെ എന്തോ ഒരു കോൺസെപ്റ്റും കൂടി ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ നോക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നോക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത് എന്ന് പറയുന്നത് നമ്മുടെ കോൺസണൻസും വവ്വൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ. കൺസണൻസും വവ്വൽസിന്റെയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. അതും എന്താണ് ആൽഫബറ്റിക്കൽ സീരീസിൽ ഒരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് മുമ്പ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ ഏതാണ് വവ്വലായിട്ട് വരുന്നത്? ഇവിടുത്തെ വവ്വലാണ് അല്ലെ? ഓ ഇവിടുത്തെ വവ്വലാണ് അല്ലെ? ഐ ഇവിടുത്തെ വവ്വലാണ്. അതായത് ഇവിടെ നോക്കി നോക്ക്. ഇവിടുത്തെ വവ്വൽസ് ഏതൊക്കെയാണ്? ഓവും ഐയും ആണ്. ഇവിടുത്തെ വവ്വൽ ഏതാണ്? ആണ്. മാത്രമാണ് ഇവിടുത്തെ. അപ്പൊ ഈന്റെ അവിടെ നമുക്ക് വന്നത് എന്താണ്? +2 അല്ലെ? കൂടെ 2 -2, സോറി. ഇയിൽ നിന്ന് എന്ത് ചെയ്തു? -2 ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? സി കിട്ടി. ഇയിൽ നിന്ന് -2, ETLBOI. ഓക്കെ. ഇതിൽ നിന്ന് എന്ന് പറയുന്നത് എന്താണ്? വവ്വലാണ്. ഈ ഒരു വവ്വലാണ്. ഇവിടെ ഓയും ഐയും ഒരു വവ്വലാണ്. ഇയിൽ നിന്ന് എന്ത് ചെയ്തിട്ട് -2 ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? സി എന്ന് കിട്ടി. ഇവിടെ ഓ എന്തായിരുന്നു? ഓ 15ആണ് വാല്യൂ. അതിൽ നിന്ന് -2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 13 കിട്ടി. ഐ എന്ന് പറയുന്നത് എന്താണ്? 9ആണ്. അതിൽ നിന്ന് -2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എമ്മും കിട്ടി, ജിയും കിട്ടി. അതായത് വവ്വൽസിന് എന്ത് ചെയ്യുന്നവര്? വവ്വൽസിന്റെ പൊസിഷൻ വാല്യൂസിൽ നിന്ന് -2 കുറയ്ക്കുന്നു. വവ്വൽസിന്റെ എല്ലാത്തിന്റെയും പൊസിഷൻ വാല്യൂസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? -2 കുറയ്ക്കുന്നു. അപ്പൊ കോൺസണൻസിന് എന്താണ് അവർ ഫോളോ ചെയ്യുന്നത് നോക്കി നോക്കാം.
കോൺസണൻസ് എന്താണ് ടിയും എല്ലും ആണ് ഇവിടുത്തെ കോൺസണൻസ്. അതുകൂടെ ഇവിടെ എന്തായിട്ട് മാറിയത് ബിയും എന്നും ആയിട്ട് മാറി. അതായത് പ്ലസ് ടു ചെയ്തു. അതേ സെയിം കോൺസെപ്റ്റ് തന്നെയല്ലേ ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. +2 ചെയ്തിട്ട് എന്തായിട്ട് ഡി ആയിട്ട് മാറി. അതായത് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ വാല്യൂസിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? വവ്വൽസിന്റെ ഒപ്പം എന്ത് ചെയ്യുന്നു? -2 വവ്വൽസിന്റെ പൊസിഷൻ വാല്യൂസിൽ നിന്ന് 2 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കോൺസണൻസിന്റെ പൊസിഷൻ വാല്യൂസിനോട് എന്ത് ചെയ്യുന്നു? +2 കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. +2 -2 തന്നെയാണ്, പക്ഷെ അത് എന്തിന്റെ ഒപ്പം വന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വവ്വൽസിന്റെ ഒപ്പം എന്താണ്? -2 വവ്വൽസിന്റെ പൊസിഷൻ വാല്യൂസിൽ നിന്ന് 2 കുറച്ചിട്ടുള്ള ലെറ്റർ ആണ് അടുത്ത സംഖ്യ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഖ്യയിൽ വേർഡിൽ എഴുതുന്നത്. അതേസമയം കോൺസണൻസിന്റെ ഒപ്പം എന്ത് ചെയ്യുന്നു? +2 ആഡ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ ഏതാണ്? എന്തിന്റെ ആൻസർ ആണ് കണ്ടുപിടിക്കുന്നത്? JUN എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഏതാണ് വവ്വൽ വരുന്നത്? യു മാത്രമാണ് വവ്വൽ വരുന്നത്. ബാക്കി രണ്ടുണ്ട് എന്നാണ് കോൺസണൻസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ രണ്ടിടത്തും +2 വരും. യുവിന്റെ ഒപ്പം എന്താണ്? -2 എന്നും വരും. അപ്പൊ ജെന്റെ ഒപ്പം +2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? L കിട്ടും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് 2 ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ വന്നതാണ് യുവിന്റെ ഒപ്പം യുവിന് എന്ത് ചെയ്യുന്നു? -2 ചെയ്യുന്നു. യുവിനെ -2 ചെയ്ത് കഴിഞ്ഞാൽ യുവിന്റെ വാല്യൂ 21 ആണ്. രണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എസ് കിട്ടും. 19 ആയിട്ടുള്ള എസ് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്താണ്? ഓപ്ഷൻ ഡി ആണെന്ന് ഉറപ്പിക്കാൻ കഴിയും. പിന്നെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിന്റെ ഒപ്പം എന്താണ്? N 14 ആണ്. 2 കൂട്ടിയിട്ട് നമുക്ക് എന്താണ്? 16 എന്ന് പറയുന്ന പി എന്ന് കിട്ടും. LSP. അപ്പൊ അതായത് നമ്മൾ വേർഡ് ആൽഫബറ്റിക്കലിന്റെ കേസിൽ നമ്മൾ പൊസിഷൻ വാല്യൂസിൽ ഉണ്ടാകുന്ന ചേഞ്ച് മാത്രം നോക്കിയാൽ പോരാ. ചില സമയത്ത് എന്താണ് വവ്വൽസ് കോൺസണൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? വവ്വൽസിന്റെ ഒപ്പം വവ്വൽസിന്റെ പൊസിഷൻ വാല്യൂസിൽ നിന്ന് -2 ചെയ്യുക, കോൺസണൻസിന്റെ ഒപ്പം +2 ചെയ്യുക. ആ ഒരു കോൺസെപ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? LSP എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് അധികം ടൈം എടുത്തിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്ര സമയം എടുക്കേണ്ട കാര്യമില്ല. എന്നാലും നിങ്ങൾക്ക് അറിഞ്ഞോട്ടെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നമുക്ക് നോക്കാം. AHK റിലേറ്റഡ് ടു എന്താണ്? ZSP ആയിട്ട് AHK റിലേറ്റഡ് ആയിട്ട്. PSW എന്താണ്? KHD ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ JNO എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടണം. കാരണം നിങ്ങളിത് ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ഓർമ്മ ഉണ്ടായിരിക്കണം. ഒറ്റയടിക്ക് ഉത്തരം കിട്ടേണ്ട കാര്യമാണിത്. ഓക്കെ, നമ്മൾ ആൻസറിലേക്ക് പോവാണ്. AHK ZSP. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു റിലേഷൻ ഓർമ്മ വരുന്നില്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള ഓപ്പോസിറ്റ് നമ്പേഴ്സ് AZ HS KP. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? HS എന്ന് പറയുന്നത് എന്താണ്? ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ KP എന്ന് പറയുന്നത് എന്താണ്? കേരള പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെന്താണ്? ഇത് മൂന്നും എന്താണ്? ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. സെറ്റ് നിങ്ങൾക്ക് പിന്നെ അറിയാലോ ഓൾറെഡി ഓപ്പോസിറ്റ് ആണെന്നുള്ളത്. അപ്പൊ ഇത് ഈ മൂന്നെണ്ണം എന്താണ്? ഓപ്പോസിറ്റ് വേർഡുകളാണെന്ന് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണോ അടുത്ത വേർഡ് റിലേഷൻ ഫോളോ ചെയ്തിരിക്കുന്നത് നോക്കാം. PSW KHD. ഇവിടെയും എന്താണ്? നേരത്തെ പറഞ്ഞ അതേ സെയിം കോൺസെപ്റ്റിനാണ് എന്താണ്? KP കേരള പോലീസ്, HS ഹൈസ്കൂൾ, WD നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? PWD എന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് WD ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് കിട്ടും എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതായത് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് റിലേഷനും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് വേർഡ്സ് തമ്മിലുള്ള റിലേഷൻസ് ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടുപിടിക്കേണ്ട ആൻസർ എന്താണ്? JNOന്റെ റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. JNO ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. JNOന്റെ ഓപ്പോസിറ്റ് എന്താണ് വരിക? നമുക്ക് JQ ജാക്ക് ഡാനിയൽ എന്നൊക്കെ പറഞ്ഞതുപോലെ ഓർത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് JQ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Nന്റെ പിന്നെ എന്താണ്? MN ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്ന് വന്നത് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് വരിക? L. ഓർമ്മ ഉണ്ടോ? ലവ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്താണ്? LOയും VEയും തമ്മിൽ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. EV വേണമെങ്കിൽ നമുക്ക് എന്താണ്? ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? QML. അപ്പൊ എന്താണ്? QML ഒറ്റയടിക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇത്
നിങ്ങൾക്ക് ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ റിലേഷൻ കിട്ടും. അപ്പൊ എന്താണ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇത് ഇപ്പൊ നമ്മൾ ബാക്കിയുള്ള രണ്ടെണ്ണം ചെയ്തതുപോലെ എടുത്ത് എഴുതുക കൂടി വേണ്ടി വരില്ല. ഒറ്റയടിക്ക് തന്നെ ഇതിൽ നിന്ന് എന്ത് കിട്ടും, ഇതിൽ തന്നെ ഇപ്പൊ ഇതിൽ ഒറ്റയടിക്ക് ആൻസർ കിട്ടുന്നത് ഇപ്പൊ നോക്കി ഇതിന്റെ ഫസ്റ്റ് 4 ലെറ്റേഴ്സും എന്താണ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ജെന്റെ ക്യൂ ആണ്, ജെന്റെ ഓപ്പോസിറ്റ് വേർഡ് ക്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് നോക്കിയിട്ട് ഉത്തരം പറയാൻ പറ്റും, ഏത് QML ആണ് എന്നുള്ളത് പറയും. അപ്പൊ ബാക്കി 3 ഓപ്ഷൻസ് അപ്പൊ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എന്താണ് ആൻസറിലേക്ക് എത്താൻ കഴിയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതാ നിങ്ങൾക്ക് ആ ഓപ്പോസിറ്റ് വേർഡ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ 3 ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തു. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഒരു നമ്പറിന്റെ നമ്പർ വെച്ചിട്ടുള്ള ഒരു റിലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കാം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 35 ഈസ് റിലേറ്റഡ് ടു 48. അതേപോലെ തന്നെ 80 ഈസ് റിലേറ്റഡ് ടു 99. ഓക്കെ, ആൻസർ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 143 എങ്ങനെ ഏത് സംഖ്യയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് നോക്കാം. ഇത് നമ്പറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്പർ കാണുമ്പോൾ തന്നെ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇത് വളരെ പരിചയമുള്ള നമ്പർ ആണല്ലോ എന്നൊരു ഐഡിയ വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ചിന്തിക്കാൻ പോകുന്ന ഒരു ഐഡിയ ആണ് ഞാൻ ഇതിൽ പറയുന്നത്, എന്നിട്ടാണ് ശരിക്കുള്ള കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. നിങ്ങൾ സാധാരണഗതിയിൽ ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു 35 48 തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ 80 99 തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യുക എന്തായിരിക്കും, ഈ 35 48 തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും അല്ലെ. ഡിഫറൻസ് ആയിട്ടുള്ള എത്ര എടുക്കും, 13 എടുക്കും. ഇനി ഇതേ സെയിം ഡിഫറൻസ് തന്നെയാണോ ഇവിടെ വരുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യും. അപ്പൊ 80 19 99 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 19. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു റിലേഷൻ കാണാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പൊ ഈ നമ്പർ തമ്മിലുള്ള ഒരു ബന്ധം. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഓർമ്മ കിട്ടില്ല. നിങ്ങൾ എപ്പോഴും ഡിഫറൻസ് എടുക്കാനായിരിക്കും അധികം കൂടുതൽ ശ്രദ്ധിക്കുക. പക്ഷേ ഇവിടെ ഡിഫറൻസ് അല്ല വേണ്ടത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പറഞ്ഞൊരു കോൺസെപ്റ്റ്, ഞാൻ പഠിക്കാൻ പറഞ്ഞൊരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഈ 35 48 എന്താണ്, നമ്മുടെ സ്ക്വയറുകളായിട്ടുള്ള 6 സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് ഇത് 35. അതായത് ഒരു സ്ക്വയർ നമ്പറിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറാണ് ഇത് 35. അതേപോലെ തന്നെ 48 എന്ന് പറയുന്നത് എന്താണ്, 7 സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചതാണ്. ഓക്കെ, അപ്പൊ 7 സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് 48. ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണോ നമ്മുടെ 80 99 ഫോളോ ചെയ്യുന്നതെന്ന് നോക്കി നോക്കൂ. 80 എന്ന് പറയുന്നത് എന്താണ്, 9 സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചതാണ്. 99 എന്ന് പറയുന്നത് എന്താണ്, 10 സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് അല്ലേ. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടി, തൊട്ടടുത്ത രണ്ട് സംഖ്യകളുടെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചിട്ടുള്ള റിലേഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് 35 48 തമ്മിൽ 6ന്റെ സ്ക്വയറും 7ന്റെ സ്ക്വയറിൽ നിന്നും ഓരോന്ന് കുറച്ചിട്ടുള്ള റിലേഷൻ ആണ് നമുക്ക് എന്താണ് 35 48 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 9ന്റെ സ്ക്വയറിൽ നിന്നും 10ന്റെ സ്ക്വയറിൽ നിന്നും ഓരോന്ന് വീതം കുറച്ചിട്ടുള്ളതാണ് ഇത് 80 99 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞത്, നമുക്ക് ഒരു മിനിമം 30 പേരുള്ള സംഖ്യകളുടെയെങ്കിലും സ്ക്വയറും ഒരു മിനിമം 20 പേരുള്ള സംഖ്യകളുടെ ക്യൂബും എങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ക്യൂബും സ്ക്വയറൊക്കെ അറിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പെട്ടെന്ന് അതിന്റെ തൊട്ടടുത്ത് ഇങ്ങനത്തെ ഒരു നമ്പർ ഉണ്ടല്ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി വരും. ഇത് നമ്പർ സീരീസിലൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നോക്കുക, ആദ്യം നമ്മൾ 6ന്റെ സ്ക്വയറിൽ നിന്ന് കുറച്ചു, പിന്നെ 7ന്റെ സ്ക്വയറിൽ നിന്ന് കുറച്ചു, പിന്നെ എന്താണ് ഒരു ഗ്യാപ്പാണ്, 8ന്റെ നമ്മൾ ഇവിടെ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്നത് എന്താണ്, 9ന്റെ എടുത്തിട്ടുണ്ട്, 10ന്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സെയിം കോൺസെപ്റ്റ് ഫോളോ ചെയ്ത് എന്താണ് 11 നമുക്ക് മിസ്സായിട്ട് 12 ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക അല്ലെ. 143 ഇവിടെ നോക്കി നോക്ക്, 12 സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചതല്ലേ, അത് 12 സ്ക്വയറുള്ള 144 നിന്ന് ഒന്ന് കുറച്ചതാണ് ഇത് 143 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എടുക്കേണ്ടത് എന്തായിരിക്കും, നമുക്ക് കിട്ടേണ്ട ആൻസർ, ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്തായിരിക്കും, 13 സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതിന്റെ ആൻസർ ആണ് നമുക്ക് കിട്ടുക. 13 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 169 ആണ്. 169 നിന്ന് ഒന്ന് കുറച്ച് 168, ഓപ്ഷൻ ഡി. ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞു അല്ലേ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോക്കി നോക്കൂ, ഒന്നുകൂടി നോക്കാം. 35 48 അതേപോലെ തന്നെ 80 99 തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നത്, ഡിഫറൻസ് അല്ല വരുന്നത്. ഇവിടെ വരുന്നത് എന്താണ്, നമ്മുടെ സ്ക്വയർ എന്നുള്ള നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ 35 എന്ന് പറയുന്നത് 6 സ്ക്വയറിൽ നിന്ന് കുറച്ചതും
48 7 സ്ക്വയറിൽ നിന്ന് ഓർത്തതും 80 എന്ന് പറയുന്നത് 9 സ്ക്വയറിൽ നിന്ന് ഓർത്തതും 99 10 സ്ക്വയറിൽ നിന്ന് ഓർത്തതാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്താണ് 12 സ്ക്വയറിൽ നിന്ന് ഒന്ന് ഓർത്തതാണ് 143. അപ്പൊ 13 സ്ക്വയറിൽ നിന്ന് ഒന്ന് ഓർത്തതായിരിക്കണം നമ്മുടെ ആൻസർ. ആൻസർ ഇത് വന്നു 168 വന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 9 77 16 252. ഇതും നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് അറിയെങ്കിൽ എത്ര സിമ്പിൾ ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് അറിയാത്ത ഒരാള് ചിലപ്പോൾ ഒരുപാട് സമയം എടുത്ത് വെറുതെ വേസ്റ്റ് ആക്കും. പക്ഷെ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് അറിയാം, അല്ലെങ്കിൽ സംഖ്യകൾ അറിയാം, ഈ സ്ക്വയർ ക്യൂബ് എന്നുള്ള പറയുന്ന സംഖ്യകൾ അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽസിന്റെ പൊസിഷൻ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ എത്ര സിമ്പിൾ ആയിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോവുക എന്നുള്ളത് നോക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. അപ്പൊ നിങ്ങളിത് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് വരാം, ആൻസറിലേക്ക് വരാം. തന്നിരിക്കുന്നത് എങ്ങനെയാണ്, റിലേഷൻ എങ്ങനെയാണ്? 9ഉം 77 തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. 16ഉം 252 തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. ഈ 9 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് 9ന്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 81. 81ൽ നിന്ന് -4 ചെയ്തതല്ലേ നമ്മുടെ ആൻസർ ആയിട്ടുള്ള 77 തന്നിരിക്കുന്നത് റിലേഷൻ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണോ നമുക്ക് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്, അടുത്ത സംഖ്യയിലും ഫോളോ ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ 16 എന്ന് പറയുന്നതിന്റെ സ്ക്വയർ എത്രയാണ്? 256ആണ് 16ന്റെ സ്ക്വയർ. 256ൽ നിന്ന് 2 മൈനസ് ചെയ്തിട്ടുള്ളതാണ് ഇത് 252 എന്ന് പറയുന്നത്. ഓക്കെ, 252 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതായത് നമുക്ക് എന്താണ് തന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ സ്ക്വയറിൽ നിന്ന് 4 കുറയ്ക്കുന്നതാണ് ഇത് സെക്കൻഡ് സംഖ്യയായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഇനി ഓപ്ഷൻസിൽ ചെക്ക് ചെയ്യുക ഏത് ഓപ്ഷൻ ആണ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പോ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള 12 നോക്കാം, നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. 12 132. 12ന്റെ സ്ക്വയർ എത്രയാണ്? 144ആണ് 12ന്റെ സ്ക്വയർ. 144ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 140 ആയിരുന്നു വരേണ്ടത്. അപ്പൊ എന്താണ് ഫസ്റ്റത്തെ ഓപ്ഷൻ അല്ല എന്ന് കിട്ടി. ഇനി 11ന്റെ സ്ക്വയർ എത്രയാണ്? 121ആണ്. 121 4 കുറച്ചാൽ 117. അപ്പൊ അത് ശരിയായി, നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഇവിടെ തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ കിട്ടി, ആൻസർ കിട്ടി, ബി ആണ്. എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഇതിപ്പോ മേ ബി ബി എന്നുള്ള ക്വസ്റ്റ്യൻ പകരം താഴത്താണ് തന്നിരുന്നെങ്കിൽ ബാക്കിയുള്ളതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇതിപ്പോ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ടതാണ്. ഇപ്പൊ ജസ്റ്റ് നോക്കാം. ഡി ഓപ്ഷൻ എന്താണ്? 7ആണ്. അപ്പൊ 7 സ്ക്വയർ എന്താണ്? 49ആണ്. 49 4 കുറച്ച് കഴിഞ്ഞാൽ 45ആണ് വരേണ്ടത്, 54 അല്ല. അപ്പൊ ഇല്ല. ഇനി 15ന്റെ സ്ക്വയർ എന്ന് പറയണ എത്രയാണ്? 225. 225 5 4 കുറച്ച് കഴിഞ്ഞാൽ 221ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ഓപ്ഷനും അല്ല എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ബി ഓപ്ഷൻ തന്നെയാണ്. ഇവിടുന്ന് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. ബട്ട് ആ കോൺസെപ്റ്റ് ഓർമ്മ ഉണ്ടായിരിക്കുക. സ്ക്വയറിൽ നിന്ന് സംഖ്യയുടെ ഇതിപ്പോ A:B എന്നുള്ള ഫോർമാറ്റിലാണ് എടുക്കണമെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണ്? ബി ഈക്വൽ ടു A² - 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക. ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്തു. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 1016 രണ്ടെണ്ണം തന്നിട്ടുണ്ട്. 1016 254 508 2200 550 1100. നിങ്ങൾ ജസ്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കിയോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു ടൈം കൊടുക്കില്ല, ഒരു 10 സെക്കൻഡിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ നമുക്ക് റിലേഷൻ നോക്കാം. എന്താണ് തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്നത് എന്താണ്? 1016ഉം 254ഉം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. 254ഉം 508ഉം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്ക്. 254നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 508 അല്ലെ? 250 250 500 4 508. 508നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇത് 1016. ഇതിപ്പോ ഇങ്ങനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യേണ്ട യാതൊരു വിധ കാര്യമില്ല. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് സിമ്പിൾ ആയിട്ട് ഓർമ്മ വരും. 250ന്റെ ഇരട്ടിയാണല്ലോ 500 എന്ന് നമുക്കത് അറിയാലോ. അപ്പൊ പിന്നെ ഒരു 4 കൂടി, അപ്പൊ എന്തായാലും 508 വരും. ഇനിയിപ്പോ ഈ
ഓപ്ഷൻ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയാലും ഈ ഓപ്ഷൻ നോക്ക്, ഇത് കണ്ടാൽ തന്നെ സെക്കൻഡ് ഓപ്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാരണം 550ന്റെ നേരെ ഇരട്ടിയാണ് 1100. 1100ന്റെ നേരെ ഇരട്ടിയാണ് 2200. ഓക്കെ, ഇനിയിപ്പോ അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻസ് ആണ്. ജസ്റ്റ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോ A:B:C എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തന്നിരിക്കുന്നതെങ്കിൽ ബിനെ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സി കിട്ടും. സീനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. ഇതാണ് ഇവിടെ റിലേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ. അങ്ങനെയാണെങ്കിൽ ആ സെയിം കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇതിലുള്ള ഈ 4 ഓപ്ഷനിൽ ഏതാന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യണത് എങ്ങനെ നോക്കി. 5400ന്റെ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡർ ബൈ 2 ആണ്. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ നോക്കി നോക്ക്, 5400 നേരെ പകുതിയാണോ 2700? അല്ല. അപ്പൊ അത് ആ ഓപ്ഷൻ അവിടെ നിന്ന് തന്നെ ക്യാൻസൽ ആയി. പിന്നെ 160ന്റെ നേരെ പകുതിയാണോ 2700? അതും അല്ല. അവിടെ ആ ഓപ്ഷൻ ക്യാൻസൽ ആയി. 5400ന്റെ പകുതിയാണോ 2700? ശരിയാണ്, ഇതിവിടെ കറക്റ്റ് ആണ്. 2700ന്റെ പകുതിയാണോ 1350? അതും ശരിയാണ്. അപ്പൊ ഇതെന്താണ്? നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി ഇവിടെ ഇത് ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. 3400ന്റെ പകുതിയാണോ 1600? അല്ല, 1700 നമുക്ക് വരേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ്. 1700 അല്ല, 1600 കൊടുക്കുന്നത്. പിന്നെ 1600ന്റെ പകുതി എന്തായാലും എന്തായിരിക്കും? 700 ആയിരിക്കും, 852 അല്ല. ഇതൊന്നും ഞാൻ ഇങ്ങനെ എഴുതി ചെയ്യേണ്ട യാതൊരുവിധ കാര്യമില്ല. നിങ്ങൾക്ക് ഓപ്ഷൻസ് കണ്ടാൽ തന്നെ അറിയാം. ഇത് വളരെ ടൈം എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യത്തിലാണ് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ആരെങ്കിലും വന്നിട്ട് മാത്സിൽ ചിലപ്പോൾ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഈ അഡീഷൻ സബ്സ്ട്രാക്ഷൻസ് പോലും ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അല്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ടൈം എടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും സമയം വേസ്റ്റ് ചെയ്യേണ്ട യാതൊരുവിധ കാര്യമില്ല. അപ്പോ ഓപ്ഷൻ ഏതാണ്? നമ്മുടെ ആൻസർ ഏതാണ്? തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള സി ആണ്. 5400, 1350, 2700 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മൾ മൊത്തത്തിൽ ഒരു 9 ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് മിക്കവാറും ഇപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയാണ്ടായിരിക്കും. ബാക്കി ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? FMCJ റിലേറ്റഡ് ടു HEOL. ഓക്കെ, HEOL. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റിലേഷൻ നമ്മൾ ആൽഫബറ്റിക്കൽ നമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. എഫ് എന്താണ്? 6 ആണ്. 6 കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് എച്ച് വരുന്നത്? എച്ചിന്റെ വാല്യൂ എത്രയാണ്? 8. ഇവിടെ 6. അപ്പൊ എന്താണ്? +2 ചെയ്തിരിക്കുന്നു. ഓക്കെ, +2 ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുത്തത് എന്താണ്? എമ്മും ഇയും. എം എന്ന് പറയുന്നത് എത്രയാണ്? 13. ഇ എന്ന് പറയുന്നത് എത്രയാണ്? സോറി, ഇത് ക്വസ്റ്റ്യൻസിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. FCMJ എന്നാണ് കേട്ടോ. FCMJ HEOL ആണ്. ഇത് എന്റെ മിസ്റ്റേക്ക് ആണ്. ഞാൻ PDF എഡിറ്റ് ചെയ്യണ സമയത്ത് വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. സോറി, ഓൾറെഡി ഇപ്പൊ രണ്ടാമത്തെ മിസ്റ്റേക്ക് ആയിപ്പോയി. സോറി, എന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണ്. ഞാൻ ഈ PDF എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇത് ഞാൻ ടൈപ്പ് ചെയ്ത സമയത്ത് എന്തോ വന്നൊരു മിസ്റ്റേക്ക് ആണ്. മുമ്പത്തെ ക്വസ്റ്റ്യൻ ശരിക്ക് തന്നെയാണ് കേട്ടോ. അത് പഴയ ഇതെടുത്തതാണ്. അത് ചെയ്തപ്പോ വന്ന മിസ്റ്റേക്ക് ആണ്. ഇത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോ വന്ന മിസ്റ്റേക്ക് ആണ്. അപ്പൊ അത് 6, ഇത് 8, +2 ആണ് വരുന്നത്. സി എന്ന് പറയുന്നത് എത്രയാണ്? 3, 5, +2 ആണ്. എം 13, O എന്ന് പറയുന്നത് എന്താണ്? 15, +2 ആണ് വന്നത്. ജെ 10 ആണ്. L 12 ആണ്, +2 ആണ് വന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? എല്ലാതും +2 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ജസ്റ്റ് എം സി ഒന്ന് തലയിരിഞ്ഞ് പോയിട്ടുണ്ട്. ഈ മിസ്റ്റേക്ക് ആണ്, അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു. എന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണത്. അത് ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിന്റെ PDF ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അയച്ചു തരുന്നതായിരിക്കും. അടുത്ത് എന്ന് പറയുന്നത് എന്താണ്? RQBL.
RQBL TSDN ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ R എന്ന് പറയുന്നത് എത്രയാണ്? 18ആണ്. T എന്ന് പറയുന്നത് എത്രയാണ്? 20ആണ്. അപ്പൊ +2 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. Q എന്ന് പറയുന്നത് എത്രയാണ്? 17ആണ്. S എന്ന് പറയുന്നത് 19ആണ്. അപ്പൊ വീണ്ടും എന്താണ്? +2 എന്ന് പറയുന്നത് +2 വന്നിട്ടുണ്ട്. B എന്താണ്? 2ആണ്. D എന്ന് പറയുന്നത് 4ആണ്. +2. L എന്താണ്? 12ആണ്. N 14ആണ്. അപ്പൊ എന്താണ്? +2 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതായത് എല്ലാതും ഇവിടെ വരുന്നത് എന്താണ്? ഒരു +2 എന്ന് പറയുന്നത്, അതായത് എല്ലാ സംഖ്യയും എല്ലാ ലെറ്റേഴ്സിന്റെ ഒപ്പം 2 കൂട്ടിയിട്ടുള്ള ലെറ്റർ ആണ് എല്ലായിടത്തും എടുത്ത് എഴുതുന്നത്. ഇതിലൊന്ന് ശ്രദ്ധിക്കണം, FMCJ എന്നല്ല, FCMJ എന്നാണ് HEOL ആയിട്ട് റിലേറ്റ് വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു 2 റിലേഷനും കറക്റ്റ് ആയിട്ട് വരിക. RQBL TSDN ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ FMCJ എന്നല്ല, FCMJ എന്നാണ് വരേണ്ടത്. FCMJ എന്നാണ് വരേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണേ, അതിന്റെ ഭാഗത്ത് നിന്നാണ് മിസ്റ്റേക്ക് ആണ്. PDF എഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരണം? MUAG എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്താണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ M എന്ന് പറയുന്നത് എത്രയാണ്? 13ആണ്. 13 കൂടെ 2 കൂട്ടിയാൽ 15. അപ്പൊ എന്ത് വരും? O എന്ന് വരും. O വരുന്ന 2 ഓപ്ഷൻ നമുക്കിവിടെ ഉള്ളൂ. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് എപ്പോഴും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മൊത്തം ആൻസർ കണ്ടുപിടിച്ചിട്ടേ നിങ്ങൾ ആൻസർ ഓപ്ഷൻസ് ടിക്ക് ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കരുത്. എപ്പോഴും ഒരു ഒന്നെങ്കിൽ ഒന്ന് അതിന്റെ റിലേഷൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അതിപ്പോ 5 സെക്കൻഡ് ആണെങ്കിൽ 5 സെക്കൻഡ്, ആ 5 സെക്കൻഡ് അങ്ങനത്തെ ഒരു 3 ക്വസ്റ്റ്യനിൽ 5 സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 15 സെക്കൻഡ് കിട്ടും. ചിലപ്പോൾ ആ ഒരു 15 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി എക്സ്ട്രാ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ ഒരിക്കലും എന്താണ് എപ്പോഴും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്താണ് 2 ഓപ്ഷൻസ് ഒറ്റയടിക്ക് എലിമിനേറ്റ് ആയി. അപ്പൊ നമുക്ക് ആകെ 2 നോക്കാളൂ. അതിൽ നോക്കി നോക്കൂ, ഈ ലാസ്റ്റത്തെ രണ്ടാമത്തെ ലെറ്റർ രണ്ടിലും വ്യത്യാസം. അപ്പൊ രണ്ടാമത്തെ ലെറ്ററിന്റെ ആൻസർ കിട്ടിയാൽ തന്നെ നമുക്ക് എന്താണ് ആൻസറിലേക്ക് എത്താം. ഓക്കെ, U എന്ന് പറയുന്നത് എത്രയാണ്? 21ആണ്. 21 കൂടെ 2 കൂട്ടി നമുക്ക് എന്താണ് വരേണ്ടത്? 23 ആയിട്ടുള്ള W ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻ ഡിയിലേക്ക് ഒറ്റയടിക്ക് പോകാൻ കഴിയും. ഓക്കെ, OWCI എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആൻസർ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. A1 ആണ്. A കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ C 3 ആയിട്ടുള്ള C കിട്ടും. G എന്താണ്? 7 ആണ്. അത് കൂടെ 2 കൂട്ടിയാൽ 9 എന്ന് പറയുന്ന I കിട്ടും. OWCI. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും ഓപ്ഷൻസ് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓപ്ഷൻസ് എപ്പോഴും എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കഴിയും. അതിൽ നിന്ന് 1 സെക്കൻഡെങ്കിൽ 1 സെക്കൻഡ് നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ആൻസർ വരുന്നത് OWCI ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതെന്റെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. സോറി, ഇവിടെ മാറ്റണം. FMCJ എന്നല്ല, FCMJ എന്നുള്ളതാണ്. ഞാനത് എടുത്ത് ടൈപ്പ് ചെയ്ത സമയത്ത് മാറ്റിപ്പോയ ഒരു മിസ്റ്റേക്ക് ആണ്. പക്ഷെ ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും കാണിക്കാം. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഇതിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ്. ഏതാണ് വന്നത്? ഈ H അല്ല, ഇതൊരു DIKH H അല്ല വരേണ്ടത്, G ആണ് വരേണ്ടത്. ഇത് ശരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ് അത്. അതും ക്ലിയർ ചെയ്തിട്ട് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ള ഒരു മിസ്റ്റേക്ക് ആണ്. മിക്കവാറും എന്താ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ആൻസർ ആവാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ ഇവിടെ ഈ 7ാമത്തെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് എന്റെ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 579 895 11 ഇങ്ങനെ തന്നു കഴിഞ്ഞാല് ഇതിപ്പോ ABC എന്നുള്ള രീതിക്കാണല്ലോ തന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു പെർഫെക്റ്റ് റിലേഷൻ പറയാൻ പറ്റില്ല. ആണെങ്കിൽ എയും ബിയും കൂടി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് C എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ എയും സിയും കൂടി റിലേഷൻ ഉണ്ടാക്കിയിട്ടായിരിക്കും ഏതാണ് B എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ബിയും സിയും കൂടി റിലേഷൻ ഉണ്ടായിട്ടായിരിക്കും A എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഞാൻ ഈ പറയുന്ന ഈ പൊസിഷൻസ് ആണ് പറയുന്നത്. ABC എന്ന് എടുക്കുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ, അല്ലെങ്കിൽ അഡിഷൻ ആണോ, അങ്ങനത്തെ എന്തെങ്കിലും റിലേഷൻസ് ഇവ തമ്മിൽ പരസ്പരം വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനത്തെ നമ്പേഴ്സിലൊക്കെ മാക്സിമം ഏതെങ്കിലും ഒരു 2 നമ്പറുകൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരിക്കും.
അതുവഴിയായിരിക്കും മൂന്നാമത്തെ നമ്പറിൽ കിട്ടിയിട്ടുണ്ടായിരിക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെയാണ് വരാറ്. ഒരു 85% നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാം. പിന്നെ ഒരു 3 സംഖ്യകൾ തരുമ്പോൾ ആദ്യത്തെ 2 സംഖ്യകൾ അല്ലെങ്കിൽ അവസാനത്തെ 2 സംഖ്യ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും മൂന്നാമത്തെ ഒരു സംഖ്യയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇത് ചെയ്ത സമയത്ത് ഇത് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഞാൻ. അപ്പൊ അതിന്റെ ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പരിചയമില്ലാത്തതിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. കിട്ടുന്നുണ്ടോ എന്നുള്ളത് പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 5, 70, 9. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് റിലേഷൻ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് 9ഉം 5ഉം കൂടിയും ആഡ് ചെയ്തിരിക്കുകയാണ്. 9ഉം 5ഉം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 14 കിട്ടും. ഈ 14നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് 70 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുള്ളത്. ഇത് എങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യലൊന്നുമില്ല. ഇത് നമുക്ക് ചെയ്ത് ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇത് നമ്മൾ ചെയ്ത് നമ്മൾ ആ ഒരു അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ കൂടുതൽ പ്രൊഫഷണൽ ആവും തോറും നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇതിലൊക്കെ പറയാൻ കഴിയുള്ളൂ. അപ്പോ ഇത് റിലേഷൻ തന്നെയാണോ സെക്കൻഡ് നമ്പറും ഫോളോ ചെയ്യുന്നു നോക്കുക. അപ്പൊ 11ഉം 8ഉം കൂടി കൂട്ടുമ്പോൾ എന്താണ് 19 വരും അല്ലെ. 19 × 5 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 95 കിട്ടും. അതായത് ഇവിടെ വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ എന്താണ് അഡിഷൻ ചെയ്യാണ്. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു? ആ അഡിഷൻ ചെയ്ത് കിട്ടിയ സംഖ്യേനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് വരുന്നത്? നടുവിലെ സംഖ്യ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു റിലേഷൻ വരുന്നത്. ഇവ തമ്മിലുള്ള ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ വരുന്നത് എങ്ങനെയാണ്? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാ വരിക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെയിം കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കണേ. പിന്നെ ഇതിൽ നമുക്ക് എന്താണ് ഇങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങളിൽ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കാം. നമുക്ക് ആൻസർ ശരിയായി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് ഞാൻ അത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി പ്രോസസ് ആണ്. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. വെറുതെ സമയം കളഞ്ഞിട്ട് ഞാൻ വെറുതെ ക്ലാസ് എടുത്തിട്ട് സമയം കളഞ്ഞൊരു കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഈ 12ഉം 17ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് പൊസിഷനിൽ എന്താണ് വരിക? 7 വരിക അല്ലെ. 5ഉം 2ഉം കൂടി ആഡ് ചെയ്തിട്ട് എന്താണ് 7 വരിക. 5 × 7 ചെയ്ത് കഴിഞ്ഞാൽ 5 കൊണ്ടാണല്ലോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റ് ഡിജിറ്റിന്റെ പൊസിഷനിൽ എന്താണ്? 7 35. 5 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റിൽ വരിക. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എന്താണ് ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ കഴിയും. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും 12ഉം 17ഉം കൂടി കൂട്ടി 27. ആ 27ന്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് ഏതാണ്? 7ആണ്. അതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 35. അതായത് യൂണിറ്റ് ഡിജിറ്റിന്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആൻസർ മൊത്തത്തിൽ എടുക്കുന്നില്ല. സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ മൊത്തം പറയുന്നില്ല ഞാൻ. യൂണിറ്റ് ഡിജിറ്റ് 5ആണ് വരിക. അപ്പൊ പക്ഷെ ഇവിടെ നമുക്ക് 144ആണ്. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് ശരിയല്ല. അപ്പൊ ഇത് എന്താണ്? ഓപ്ഷൻ എ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത ഓപ്ഷൻ ബി നോക്ക്. 7ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 8ആണ് വരിക. 5 × 8 40. അതായത് യൂണിറ്റ് ഡിജിറ്റിന്റെ പൊസിഷൻ എന്താണ്? 0ആണ് വരിക. ഇവിടെ അതാണോ? അല്ല. അപ്പൊ ഓപ്ഷൻ ബി അല്ല എന്ന് കിട്ടി. അടുത്തത് എന്താണ്? ഓപ്ഷൻ സിയിലേക്ക് പോവാം. 6ഉം 1ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7. 7 × 5 35. അതായത് 5ആണ് യൂണിറ്റ് ഡിജിറ്റിന്റെ പൊസിഷൻ. അപ്പൊ ഇത് ഇവിടെ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. ഓപ്ഷൻ സി ആവാൻ ഉറപ്പിക്കാൻ കഴിയില്ല. ഓപ്ഷൻ സി ആവാൻ ഒരു ചാൻസ് ഉണ്ട്. ഓപ്ഷൻ ബി യൂണിറ്റ് ഡിജിറ്റിന്റെ ആ കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് മൾട്ടിപ്ലൈ കൂടി ചെയ്യാണ്ട ഓപ്ഷൻ എന്താണ്? സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഓപ്ഷൻ ഡിയും കൂടി നോക്കാം. 4 9. 4 9 കൂടി കൂട്ടിയാൽ 13. 13 × 5 എത്രയാണ്? 5 × 3 8. 13 50. 5 15. സോറി 15. 3 ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ്. ഇവിടുത്തെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15. 5ആണ് യൂണിറ്റ് ഡിജിറ്റിന്റെ പൊസിഷനിൽ വരിക. പക്ഷെ ഇവിടെ 28ആണ്. അപ്പൊ ഓപ്ഷൻ ഡിയും അല്ല. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ എന്നുള്ളത് ഒറ്റയടിക്ക് കിട്ടി. മറ്റേത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വലിയ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ 17ഉം 21 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
38 വന്നു. 38 ഇൻറ്റു 5 എന്നൊക്കെ ചെയ്യണം. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സുഖമാണ്. നമ്മൾ ഏത് സംഖ്യയിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിന്റെ പകുതി എടുക്കുക. അപ്പൊ 38നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ 38ന്റെ പകുതി ആയിട്ടുള്ള എത്രയാണ്? 19 ഇട്ടിട്ട് ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഖ്യയായി. നമുക്ക് 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാണ്. ഞാനിത് 5ന്റെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല പറയുന്നത്. വേറെ ഏതെങ്കിലും ഒരു സംഖ്യയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് യൂണിറ്റ് ഡിജിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഒരുപാട് സമയം ഇതിൽ ലാഭിക്കാൻ കഴിയും. അപ്പൊ അത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തായാലും പഠിച്ചിരിക്കണം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇതിന്റെ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ ന്യൂസ് അക്കാദമിയിൽ തന്നെ നല്ല സാറുമാർ എടുത്തിട്ടുണ്ടായിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ അതൊന്നുകൂടി കണ്ടിട്ട് നിങ്ങൾ ആ കോൺസെപ്റ്റിൽ വളരെ പ്രൊഫഷണൽ ആവണം എന്നുള്ളതാണ് ഞാൻ പറയുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കാൽക്കുലേഷൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അടുത്തതാണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ. ഇത്ര ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയ്ക്ക്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ ഇതിൽ സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയ്ക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. 23 is related to 74, 13 is related to 44. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആൻസർ ഏതിന്റെയാണ്? 18ആയിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻ, എന്തോ റിലേഷൻ ഉണ്ട്. അതായത് 23ഉം 74ഉം തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. 13ഉം 44 തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 18ആയിട്ട് റിലേറ്റ് വരുന്ന സംഖ്യ ഏത്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കുക, നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ 23ഉം 74ഉം തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്? 13ഉം 44ഉം തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരിക്കലും ഒരു നമ്പറിന്റെ അഡിഷൻ വെച്ചിട്ടല്ല, ആ സെയിം കോൺസെപ്റ്റ് വെച്ചിട്ടല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ 23ഉം 74 എന്ന് പറഞ്ഞാൽ തന്നെ ആൾമോസ്റ്റ് 50, 51ന്റെ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? 13ഉം 44ഉം തമ്മിൽ എന്താണ് 34ന്റെ വ്യത്യാസമൊക്കെ വരുന്നുള്ളൂ. അപ്പൊ എന്തായാലും അഡിഷൻ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ള നമുക്കൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതൊരു മൾട്ടിപ്ലിക്കേഷൻ ആവാനാണ് ചാൻസ്. അപ്പോ 23നെ നമ്മൾ എന്താണ്, എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 74ന്റെ അടുത്ത് എത്തുക? ചിലപ്പോൾ കറക്റ്റ് 74 വരാൻ ചാൻസ് ഇല്ല. 74ന്റെ അടുത്ത് എത്തുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ 23നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? 23 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 69 അല്ലേ? 69 കൂടെ എന്ത് ചെയ്തു? 5 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? 74 കിട്ടി. അപ്പൊ ഇതൊരു കോൺസെപ്റ്റ് ആണ്. എന്ത് ചെയ്യുന്നു? സംഖ്യേനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലൂടെ സംഖ്യനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിലൂടെ എന്ത് ചെയ്യുന്നു? 5 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ലെറ്റർ കിട്ടുന്നു. അതാണ് ഇവിടുത്തെ ഒരു റിലേഷൻ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച റിലേഷൻ. അപ്പൊ ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണോ ഈ 13ഉം 44ഉം തമ്മിൽ ഫോളോ ചെയ്യുന്നത് നോക്കുക. 13 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 39. അത് കൂടെ 5 കൂട്ടിയാൽ 44. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ പെട്ടെന്ന് കിട്ടിയത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റിലേഷനാണ് പെട്ടെന്ന് നോക്കിയത്. കാരണം 13ന്റെ അടുത്ത് പെട്ടെന്ന് എത്ര മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് വരും എന്നുള്ളത് നോക്കുമ്പോൾ 13നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 39. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ 13 ഇൻറ്റു 3 ഇത് 39 ആണെന്ന് അറിയാം. അപ്പൊ അത് കൂടെ ഒരു 5 കൂട്ടി കഴിഞ്ഞാൽ 44 വന്നില്ലേ? ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. എന്നാൽ പിന്നെ ഇതേ സെയിം കോൺസെപ്റ്റ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 23 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? 69 കിട്ടും. ഇൻറ്റു പ്ലസ് 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 74 കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെയാണ് റിലേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ 18ന്റെ എന്ത് വരണം? 18നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? 5 ആഡ് ചെയ്യണം. ഓക്കെ, 18നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? 5 ആഡ് ചെയ്യണം. അപ്പൊ 18 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 54. 54 പ്ലസ് 5 59. ഓക്കെ, അപ്പൊ 59 ആണ് നമ്മുടെ ആൻസർ. ഇവിടെ രണ്ടിടത്തും അതല്ല. ആക്ച്വലി ഇതിന്റെ പറഞ്ഞല്ലോ PDF-ന്റെ കുറച്ച് പ്രശ്നമാണ്. ഇതിന്റെ ആൻസർ തൊട്ടടുത്ത പേജിലാണ് വന്ന് കിടക്കുന്നത്. ഓപ്ഷൻ സി ആയിട്ടുള്ള 59 ആണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഡീൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്.
അപ്പൊ അനലോജി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഐ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമുക്ക് കോൺസെപ്റ്റ് കൃത്യമായി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. അതിനുള്ള എളുപ്പ വഴികൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻസ്, അഡീഷൻ ടേബിൾസ് ഒക്കെ അറിഞ്ഞു വെക്കണം. പിന്നെ സ്ക്വയർ, പ്രൈം നമ്പേഴ്സ് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം. സ്ക്വയർ, ക്യൂബ് ഒക്കെ അറിഞ്ഞു വെച്ചിരിക്കണം. പിന്നെ എന്താണ്, നമ്മൾ ആൽഫബറ്റിക്സ് വെച്ചിട്ടാണ് അനലോജി ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ എന്താണ്, ഓരോ ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂസ് നിങ്ങൾ ഓർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. പിന്നെ ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞതുപോലെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻസ് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തും. അതോടുകൂടി നമ്മൾ അനോളജി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ കൂടുതൽ നിങ്ങൾ തറവാനും പെട്ടെന്ന് ആൻസറിലേക്ക് കിട്ടാനും പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ, അങ്ങനെ പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ, 13ന്റെ 3 ഇരട്ടിയോട് കൂടി 5 കൂട്ടുന്നതാണ് 44 എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് വരിക. അപ്പൊ നിങ്ങൾ ഇതിന്റെ പ്രാക്ടീസ് സെക്ഷൻസ് ചെയ്യണം. ഇതിന്റെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിലും 10-12 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ ഇതിന്റെ അടുത്തൊരു ക്ലാസ്സോട് കൂടി നമ്മൾ ആൾമോസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമ്മൾ 9 ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്തത്. ഇതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ എന്താണ് അടുത്ത ക്ലാസ്സിൽ വരും. അപ്പൊ അതും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ഐഡിയ കിട്ടും ഈ കോൺസെപ്റ്റില്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് വിജയിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.